നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പച്ചക്കറി കൃഷിയിൽ പല ആൾക്കാർക്കും ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പുഴുവിന്റെ കുത്തൽ. നമ്മൾ പന്തലിട്ട് ചെയ്യുന്ന വിളകളുണ്ട്. പടവലവും അതുപോലെ തന്നെ പാവലും അതുപോലെ തന്നെ പയറും ഒക്കെ നമ്മൾ പന്തൽ കയറ്റിയാണ് ചെയ്യുന്നത്. ഇതുപോലുള്ള വിളകളിൽ നമുക്ക് പുഴുക്കുത്ത് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കാണുവാൻ സാധിക്കും. ഇത് നമുക്ക് തുടക്കത്തിൽ തന്നെ കാണുവാൻ പറ്റും. പന്തൽ കിടക്കുന്നതുകൊണ്ട് പുഴു കുത്തിയ ഉടനെ നമുക്ക് കാണുവാൻ പറ്റും. നമുക്ക് തുടക്കത്തിൽ തന്നെ ബിവേറിയോ അല്ലെങ്കിൽ മാജിക്കോ ടാറ്റാഫീനോ ഒക്കെ മേടിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുഴുക്കുത്തിൽ വളരെ പെട്ടെന്ന് മാറും. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമുക്ക് നല്ല വിളവും ലഭിക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ കുറ്റിയായിട്ട് വളരുന്ന ചെടികളുണ്ട്. അതായത് ഇപ്പൊ സുക്കിനിയാണ് ഞാനിവിടെ നട്ടേക്കുന്നത്. പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെടിക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. എന്നാൽ ചെടിയുടെ ചോട്ടിൽ തണ്ടിന്റെ ഉള്ളിലായിട്ട് പുഴു പൂർണ്ണമായിട്ടും കുത്തി ചെടി ഭാഗികമായിട്ട് നശിച്ചിരിക്കുകയാണ്. ഇതിനെ നമ്മൾ വീട്ടിൽ വാങ്ങുന്ന വളരെ ചെറിയ വിലയ്ക്ക്, അതായത് 20 രൂപയ്ക്ക് വാങ്ങുന്ന ഒരു ഐറ്റം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുഴുവിന്റെ ശല്യം പൂർണ്ണമായിട്ടും മാറ്റുവാൻ സാധിക്കും. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ ഉപകാരമാണെങ്കിൽ ഷെയർ ചെയ്യണേ. സുക്കിന് നമ്മൾ ആദ്യമായിട്ടാണ് ഈ വർഷം നട്ട് നോക്കിയത്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രം ചെയ്തതാണ്. നട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു 35 ദിവസം എത്തിയപ്പോഴത്തേക്ക് തന്നെ പൂവിട്ട് അതിനകത്ത് നിറയെ കാ പിടിക്കുവാനും തുടങ്ങി. പക്ഷെ ചെടിക്ക് പൂർണ്ണമായിട്ട് പച്ച കളർ ഉണ്ടെങ്കിൽ തന്നെ ആദ്യം ഉണ്ടായ 2-3 കായ്കൾ പൊഴിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പരാഗണം നടക്കാഞ്ഞിട്ടാണെന്നത് കരുതി. പിന്നീടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പുഴുവിനെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കോളയില്ല, നമ്മൾ കുടിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന കോള, ഇത് മാത്രം മതി നമുക്ക്. പക്ഷെ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കല് പുഴുവിനെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റുവാൻ ചെയ്യും. ഇത് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണേ. ഇതിന്റെ ചെറിയ ടിന്നിന് വെറും 20 രൂപയേ ഉള്ളൂ. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രം എടുത്ത് വെച്ചാൽ മതി. നമ്മൾ സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടിന്നിൽ ഇത് വളരെ കുറച്ചൊഴിച്ചാൽ തന്നെ നല്ല പ്രഷർ ഉണ്ടാവും സ്പ്രേ ചെയ്യാനായിട്ട്. ഇത് വിഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എനിക്കറിയില്ല. കാരണം നമ്മളിത് കുടിച്ചിട്ടുള്ളതുമാണ്, കുടിക്കാൻ ഉപയോഗിക്കുന്നതുമാണ്. പക്ഷേ പുഴുവിന് പറ്റാത്ത എന്തോ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് സ്പ്രേ ചെയ്തിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി അറിയുവാൻ സാധിക്കും. ഇതെനിക്ക് പറഞ്ഞു തന്ന സുഹൃത്ത് ഇതിൻ്റെ അകത്ത് പുകയിലയും കൂടെ മിക്സ് ചെയ്ത് അടിക്കാനാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ കയ്യിൽ പുകയില അന്നേരം ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ഇത് മാത്രമാണ് ഉപയോഗിച്ചത്. പക്ഷേ ഇത് മാത്രം ഉപയോഗിച്ചിട്ടും അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടി. നിങ്ങൾക്കത് വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. പുഴുക്കുത്തൽ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ പുഴുവിനെ കാണുമ്പോഴത്തേക്കും ഇത് വാങ്ങിയിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും പുഴുവിൽ സ്പ്രേ ചെയ്യുക. അത് രാവിലെ തന്നെ ഇപ്പോൾ സ്പ്രേ ചെയ്യുവാണെങ്കിൽ വെയിൽ വരുന്ന സമയത്ത് തന്നെ പുഴു ചത്തു വീഴുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ചെടി പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെടിക്ക് യാതൊരുവിധ കുഴപ്പമില്ല. പക്ഷേ ചെടിയുടെ അടിഭാഗത്തോട്ട് നോക്കിയപ്പോഴത്തേക്കും അടിഭാഗത്ത് മഞ്ഞ കളർ വന്നിട്ടുണ്ട്. ചോട്ടിൽ പൂർണ്ണമായിട്ടും പുഴു ബാധിച്ചേക്കുവാണ്. നമുക്ക് പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും അറിയുവാൻ സാധിക്കുകയില്ല. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിന് പൂർണ്ണമായിട്ടും പുഴുവിൽ വീഴത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്യണം. മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ തുടക്കത്തിൽ മാറ്റമൊന്നും കാണുകയില്ല. പിന്നീട് പുഴു പെടർന്ന് വീഴുകയും അതിൻ്റെ അകത്തുള്ള ഹരിതകം ഫുള്ളായിട്ട് പുഴു പുറത്തേക്ക് പുറന്തള്ളുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായാലും പുഴുവിന് പറ്റാത്തത് എന്തോ ഒന്ന് കോളയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുഴു ചത്തു വീഴുന്നത്. അത് നമ്മളൊരു കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഇത് സ്പ്രേ ചെയ്തിട്ട് പുഴുവിനെ നിരീക്ഷിക്കുകയാണെങ്കിൽ പുഴു കുറച്ച് ദൂരം നീങ്ങിയതിന് ശേഷം ചത്തു വീഴുന്നത് കാണുവാൻ സാധിക്കും. ഇത് ഇതിൻ്റെ ഒരു നല്ല വശമാണ്. മോശം വശം കൂടിയുണ്ട്. അതായത് ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കാണുവാൻ സാധിക്കും, ഉറുമ്പ് വരുന്നത് കാണുവാൻ സാധിക്കും. അപ്പോൾ ഉറുമ്പിനെ ഒഴിവാക്കാനുള്ള മാർഗ്ഗം ചെയ്തതിന് ശേഷം മാത്രം സ്പ്രേ ചെയ്യുക. ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ. ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്